സുഹൃത്തുക്കളെ, ഈ ലോകത്തിൽ ചില ആളുകൾക്ക് കുറഞ്ഞ പ്രയത്നം കൊണ്ട് കോടികൾ സമ്പാദിക്കാൻ കഴിയുമ്പോൾ മറ്റു ചിലർ രാവും പകലും കഴുതയെപ്പോലെ കഷ്ടപ്പെടുന്നു. എന്നിട്ടും അവർക്ക് ജീവിതം തള്ളിനീക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇത് വിധിയിലുള്ള വ്യത്യാസമല്ല, ചിന്തയിലും കൗശലത്തിലുമുള്ള വ്യത്യാസമാണ്. ചാണക്യൻ പറയുമായിരുന്നു, കഠിനാധ്വാനം വിയർപ്പു മാത്രമേ ഒഴുക്കുന്നുള്ളൂ, പക്ഷേ ബുദ്ധിസമ്പത്തുണ്ടാക്കുന്നു. നിങ്ങളും രാവും പകലും കഠിനാധ്വാനം ചെയ്യുകയും എന്നിട്ടും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരികയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്, കാരണം അവസാനം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ചിന്തകളെയും മാറ്റിമറിക്കുകയും പണം സമ്പാദിക്കാനുള്ള യഥാർത്ഥ വഴി കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. ധനത്തിന്റെ ദേവി അധ്വാനത്തിൽ നിന്നല്ല, മറിച്ച് തന്ത്രത്തിൽ നിന്നാണ് വരുന്നത്. ഒരിക്കൽ ആചാര്യ ചാണക്യൻ തക്ഷശിലയിലെ ശാന്തമായ ഗുരുകുലത്തിൽ തന്റെ ശിഷ്യന്മാർക്ക് തന്ത്രങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ചുറ്റും നിശബ്ദതയായിരുന്നു. കേവലം അദ്ദേഹത്തിന്റെ പതിഞ്ഞതും എന്നാൽ ദൃഢവുമായ ശബ്ദം മാത്രം മുഴങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം രാജ്യത്തിന്റെയും അധികാരത്തിന്റെയും തന്ത്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഒരു യുവശിഷ്യൻ വലിയ ആകാംക്ഷയോടെ ചോദിച്ചു, ആചാര്യ, എനിക്ക് ജീവിതത്തിൽ ലക്ഷ്മീദേവിയെ പ്രാപ്തനാകണമെങ്കിൽ ഞാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടോ? ചോദ്യം ലളിതമായിരുന്നു, പക്ഷേ അതിന്റെ വേരുകൾ ആഴത്തിലുള്ളതായിരുന്നു. മുഴുവൻ മുറിയിലും നിശബ്ദത തളം കെട്ടി നിന്നു. ചാണക്യൻ കുറച്ചു നിമിഷം മൗനം പാലിച്ചു. ശേഷം തന്റെ തീക്ഷ്ണമായ നോട്ടം ആ ശിഷ്യന്റെ കണ്ണുകളിലേക്ക് ഊന്നിപ്പറഞ്ഞു, ലക്ഷ്മീദേവി അധ്വാനം കൊണ്ട് മാത്രം ലഭിക്കുമായിരുന്നെങ്കിൽ കലപ്പ ഉപയോഗിച്ച് നിലമുഴുതുന്ന കർഷകൻ ഏറ്റവും ധനികനാകുമായിരുന്നു. കഠിനാധ്വാനം മാത്രമായിരുന്നു എല്ലാമെങ്കിൽ ആനകളെ നയിക്കുന്ന ആനക്കാരൻ ഒരു ചക്രവർത്തിയാകുമായിരുന്നു. ശിഷ്യൻ ഞെട്ടിപ്പോയി. പുത്ര, ചാണക്യൻ തുടർന്നു, അധ്വാനം ആവശ്യമാണ്, എന്നാൽ അതുമാത്രം മതിയാകില്ല. ലക്ഷ്മീദേവി ആരുടെ അടുത്തേക്കാണോ വരുന്നത് അവർക്ക് തന്ത്രമറിയാം, അവസരങ്ങൾ തിരിച്ചറിയാനറിയാം, എല്ലാറ്റിനുമുപരിയായി അവർ ചിന്തിക്കുന്നവരാണ്. ചാണക്യൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ എന്തു കരുതുന്നു? ഞാൻ ചന്ദ്രഗുപ്തനെ എന്തിനാണ് ചക്രവർത്തിയാക്കിയത്? എന്തുകൊണ്ടാണ് മറ്റൊരു ശക്തനായ യോദ്ധാവിനെ തിരഞ്ഞെടുക്കാതിരുന്നത്? കാരണം അവൻ വെറും ഒരു കഠിനാധ്വാനിയായിരുന്നില്ല. അവന് ചിന്തിക്കാൻ കഴിയുമായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, ഏറ്റവും പ്രധാനമായി എപ്പോൾ എന്തു ചെയ്യണം എന്നവന് അറിയാമായിരുന്നു. ശിഷ്യന്റെ ജിജ്ഞാസ വർദ്ധിച്ചു. എങ്കിൽ ആചാര്യ, അവൻ പറഞ്ഞു, അധ്വാനം വെറുതെയാണോ? ചാണക്യൻ പുഞ്ചിരിച്ചു. തന്ത്രമില്ലാത്ത അധ്വാനം ഒരു ഭൂപടമില്ലാതെ യാത്രയ്ക്കിറങ്ങുന്നതുപോലെയാണ്. അവൻ ഒരുപാട് ദൂരം നടക്കും, പക്ഷെ ഒരിടത്തും എത്തിച്ചേരില്ല. എത്തിച്ചേർന്നാലും പോകേണ്ടതില്ലാത്ത സ്ഥലത്തായിരിക്കും. അദ്ദേഹം അടുത്തുള്ള ഒരു വിളക്കിലേക്ക് വിരൽ ചൂണ്ടി. ഈ വിളക്ക് നോക്കൂ, ഇതിൽ നെയ്യുണ്ട്, തിരിയുണ്ട്, തീയുമുണ്ട്. എന്നിട്ടും നീ അതിനെ കാറ്റിനെതിരായി വെച്ചാൽ അത് കെട്ടുപോകും. കാരണം വസ്തുക്കൾ മാത്രമല്ല, ദിശാബോധവും പ്രധാനമാണ്. ശേഷം മുന്നിലിരുന്ന എല്ലാ ശിഷ്യന്മാരെയും അദ്ദേഹം നോക്കി. നിങ്ങളെല്ലാവരും വെറും അധ്വാനത്തിൽ മാത്രം മുഴുകിയിരുന്നാൽ നിങ്ങൾ നല്ല സേവകരായി മാറും, പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഒരു തന്ത്രജ്ഞനായി മാറാൻ കഴിയില്ല. ലക്ഷ്മീദേവി സേവനത്തിനു പിന്നാലെ പോകില്ല. അവൾ സേവകരെ നയിക്കുന്ന ബുദ്ധിക്ക് പിന്നാലെയാണ് പോകുന്നത്. ഒരു രാജ്യത്തെ ഭരിക്കുന്നത് ചിന്തിക്കുന്നവനും തീരുമാനമെടുക്കുന്നവനും പദ്ധതികൾ ഉണ്ടാക്കുന്നവനും അവസരങ്ങളെ തിരിച്ചറിയുന്നവനുമാണ്. മറ്റുള്ളവർ പറയുന്നത് മാത്രമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയായി ഒതുങ്ങിപ്പോകും. ശിഷ്യന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ചാണക്യൻ ഗൗരവത്തിലായി. ശ്രദ്ധിച്ചു കേൾക്കൂ പുത്ര, ലക്ഷ്മി ഒരു ദേവിയാണ്. ഒരു ദേവിയെ ക്ഷണിക്കാൻ അമ്പലം എത്ര മനോഹരമായിരിക്കണം, അതുപോലെ മന്ത്രവും ശുദ്ധമായിരിക്കണം. നിന്റെ ശരീരം അധ്വാനത്തിന്റെ അമ്പലമാണ്, പക്ഷേ തന്ത്രമാണ് ലക്ഷ്മിയെ ആകർഷിക്കുന്ന മന്ത്രം. കുറച്ചുനേരത്തേക്ക് ഒരു മൗനം തളം കെട്ടി നിന്നു. ശേഷം ചാണക്യൻ അവസാനത്തെ വരി പറഞ്ഞു, പണം വിയർപ്പൊഴുക്കുന്നവന് ലഭിക്കുന്നില്ല, മറിച്ച് എപ്പോൾ, എവിടെ, ആർക്കുവേണ്ടി വിയർപ്പൊഴുക്കണം എന്നറിയുന്നവനാണ് ലഭിക്കുന്നത്. ചാണക്യന്റെ ആ അവസാനത്തെ വാക്ക് ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവിടെ ദീർഘനേരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അന്ന് ആചാര്യ ചാണക്യന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. സംഭാഷണം അവസാനിച്ചിരുന്നു, പക്ഷേ അതിന്റെ സ്വാധീനം അവസാനിച്ചിരുന്നില്ല. തന്ത്രത്തിന്റെ ആ പാഠം വെറുമൊരു സംഭാഷണമായിരുന്നില്ല, മറിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. അതായിരുന്നു ആ ദിവസത്തിന്റെ അവസാനം. എല്ലാവരും നിശബ്ദമായി അവരവരുടെ ധ്യാനത്തിലേക്ക് മടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മഗധയുടെ തലസ്ഥാനത്ത് ഒരു പ്രത്യേക സഭ വിളിച്ചുകൂട്ടിയിരുന്നു. കച്ചവടക്കാർ, സൈനികർ, കർഷകർ, പണ്ഡിതർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സഭയിലുണ്ടായിരുന്നു. ആചാര്യ ചാണക്യൻ തന്നെ അവിടെ തന്ത്രങ്ങളെക്കുറിച്ച് ഉപദേശിക്കാൻ പോവുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചക്രവർത്തി ചന്ദ്രഗുപ്തനുമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രാജാവാണ്, പക്ഷേ ആചാര്യനു വേണ്ടി ഇപ്പോഴും അതേ ആകാംക്ഷയുള്ള വിദ്യാർത്ഥി. സഭയുടെ അന്തരീക്ഷം ഗൗരവമുള്ളതായിരുന്നു. ചന്ദ്രഗുപ്തൻ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ആചാര്യ, അങ്ങെനിക്ക് ആദ്യമായി തന്ത്രങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു, പണം ആഗ്രഹിക്കുന്നവന്റെ അടുത്തേക്കല്ല പോകുന്നത്, മറിച്ച് അതിനെ മനസ്സിലാക്കുന്നവന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇന്ന് ഈ സഭയിലുള്ള ഓരോ വ്യക്തിയും ലക്ഷ്മീദേവിയുടെ നീക്കങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വേദിയിൽ ആചാര്യ ചാണക്യൻ നിൽക്കുന്നു. അവിടെ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു.
അതിൽ ചിന്തകൾക്കു മാത്രം മുഴങ്ങാൻ കഴിയുമായിരുന്നു. ചാണക്യൻ സഭയിലേക്ക് നോക്കി പറഞ്ഞു, പണം സമ്പാദിക്കുന്നത് മാത്രം പോരാ, അതിന്റെ സ്വഭാവം മനസ്സിലാക്കണം. ലക്ഷ്മി സ്ഥിരമല്ല, അവൾ വെള്ളം പോലെയാണ്. ആഴവും ശുദ്ധിയും ലഭിക്കുന്നിടത്ത് അവൾ നിൽക്കുന്നു. അത്യാഗ്രഹവും അന്ധതയുമുള്ളിടത്ത് അവൾ നിൽക്കില്ല. അദ്ദേഹം സഭയിലിരുന്ന കർഷകരെ ചൂണ്ടിക്കാട്ടി. ഒരു കർഷകൻ ദിവസം മുഴുവൻ വയലിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഏത് വിളവ് എപ്പോൾ വിതയ്ക്കണം എന്ന് അവനറിയില്ലെങ്കിൽ അവന്റെ അധ്വാനം പാഴായിപ്പോകും. അധ്വാനം കൊണ്ട് മാത്രമല്ല ധാന്യം വളരുന്നത്. സമയത്തെക്കുറിച്ചുള്ള അറിവും തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് വിളവുകൾ വരുന്നത്. ശേഷം അദ്ദേഹം കച്ചവടക്കാരെ നോക്കി. ഒരു വ്യാപാരി എല്ലാ ദിവസവും കടയിലിരിക്കുന്നു. പക്ഷേ ഏത് സാധനത്തിനാണ് എപ്പോൾ ആവശ്യം കൂടുക എന്നറിയുന്നില്ലെങ്കിൽ അയാൾക്ക് നഷ്ടമുണ്ടാകും. കച്ചവടത്തിൽ ലാഭം അധ്വാനം കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടാണ് വരുന്നത്. സഭ ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ചാണക്യൻ തുടർന്നു, പണത്തെ ബഹുമാനിക്കുന്നവന്റെ കൂട്ടുകാരനാണത്. പണത്തെ ബഹുമാനിക്കുക എന്നതിനർത്ഥം അതിനെ വെറുമൊരു ചെലവഴിക്കേണ്ട വസ്തുവായി കാണരുത്. അതിനെ ഒരു അവസരമാക്കി മാറ്റുക. മറ്റുള്ളവർക്കു വേണ്ടി ജോലികൾ സൃഷ്ടിക്കുക. അപ്പോൾ ലക്ഷ്മി പ്രസാദിക്കും. പിന്നീട് അദ്ദേഹം തന്റെ വാക്ക് കൂടുതൽ ആഴത്തിലാക്കി പറഞ്ഞു, പണത്തിന്റെ നീക്കമിതാണ്. അത് വേഗത്തിൽ ഓടുന്നില്ല. പക്ഷേ അതിന്റെ പിന്നാലെ ഓടുന്നവൻ തീർച്ചയായും ക്ഷീണിച്ചുപോകും. വിവേകമുള്ള വ്യക്തി അവനെത്തന്നെ അങ്ങനെയാക്കുന്നു. പണം സ്വയം അവന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. സഭയിലുള്ള പലരും അവരുടെ തല പതുക്കെ അനക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ ആദ്യമായി മനസ്സിലാക്കുന്നതുപോലെ. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ആചാര്യ, ഒരു പാവപ്പെട്ടവൻ അങ്ങ് പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചാൽ അയാൾക്ക് ശരിക്കും ഒരു ധനികനാകാൻ കഴിയുമോ? ചാണക്യൻ പുഞ്ചിരിച്ചു, പുത്രാ, ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ നീ ദരിദ്രനായിരുന്നു. പക്ഷേ നിന്റെ ചിന്തകൾ സമ്പന്നമായിരുന്നു. നിനക്ക് പണമില്ലായിരുന്നു, പക്ഷേ തന്ത്രങ്ങളുണ്ടായിരുന്നു. ലക്ഷ്മീദേവി ആർഭാടം ഉള്ളിടത്തേക്ക് പോകില്ല. അവൾ സംയമനം, ക്ഷമ, മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയുള്ളിടത്തേക്കാണ് പോകുന്നത്. പിന്നീട് അദ്ദേഹം സഭയെ നോക്കി പറഞ്ഞു, പണത്തെ വെറും ശേഖരിക്കുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല. പക്ഷേ പണത്തെ ചിന്തയോടെ ഉപയോഗിച്ചാൽ അത് മറ്റുള്ളവരെയും സമ്പന്നമാക്കുന്നു, നിങ്ങളെയും. അവസാനമായി അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു. അത് സഭയിലെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ പതിഞ്ഞു. പണം നേടുന്നത് കഠിനാധ്വാനി മാത്രമല്ല, തന്ത്രങ്ങളിൽ കഴിവുള്ളവൻ കൂടിയാണ്. കാരണം ലക്ഷ്മി അധ്വാനം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് പ്രസാദിക്കുന്നത്. ചാണക്യന്റെ ഈ അവസാന വാക്കുകൾ സഭയിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങാൻ തുടങ്ങി. പതുക്കെ സൂര്യൻ പടിഞ്ഞാറസ്തമിക്കാൻ തുടങ്ങി. അതോടൊപ്പം ആ സഭയും അവസാനിച്ചു. ആളുകൾ ആചാര്യനെ വീണ്ടും വീണ്ടും വണങ്ങി, പണത്തോടും ലക്ഷ്മിയോടുമുള്ള അവരുടെ കാഴ്ചപ്പാട് മാറ്റിയതിന്. ഒരാൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നു. മറ്റൊരാൾ ഒന്നും മിണ്ടാതെ കൈകൂപ്പി തലകുനിച്ചു. കാരണം വാക്കുകൾ കുറഞ്ഞുപോയിരുന്നു. ആളുകൾ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി. പക്ഷേ അവരുടെ മനസ്സിൽ കത്തിത്തുടങ്ങിയ ചിന്തകൾ രാത്രിയിലെ തീ പോലെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടിരുന്നു. അതേ രാത്രിയിൽ വർദ്ധൻ എന്ന പേരുള്ള ഒരു വ്യാപാരി നിശബ്ദമായി ചാണക്യന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നു, പക്ഷേ ചോദ്യങ്ങൾ അതിനേക്കാൾ ഭാരമുള്ളതായിരുന്നു. ആചാര്യ, ഞാൻ വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു. അധ്വാനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ ലക്ഷ്മി വരുന്നതുപോലെ പോകുന്നു. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? ചാണക്യൻ അവനെ നോക്കി. പുഞ്ചിരിച്ചില്ല, ആശ്വസിപ്പിച്ചില്ല, പക്ഷേ പറഞ്ഞു, വർദ്ധൻ, നീ ലക്ഷ്മിയെ അധ്വാനം കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം അവൾ ബുദ്ധി കൊണ്ടാണ് ആകർഷിക്കപ്പെടുന്നത്. നിന്റെ വിയർപ്പ് നിന്റെ പ്രയത്നത്തിന്റെ തെളിവാണ്. പക്ഷേ തന്ത്രങ്ങളുടെ അഭാവം നിന്നെ ദരിദ്രനാക്കി നിർത്തും. വർദ്ധൻ തലകുനിച്ച് ഇരുന്നു. ചാണക്യൻ പതിയെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ 3 ദോഷങ്ങളുള്ള ഒരു വീട്ടിലേക്കും ലക്ഷ്മി ഒരിക്കലും പോകില്ല. നിയന്ത്രണമില്ലാത്ത ചെലവ്, സ്ഥിരതയില്ലാത്ത തീരുമാനങ്ങൾ, ആത്മവിശ്വാസമില്ലായ്മ. ഒന്നാമത്തേത് നിയന്ത്രണമില്ലാത്ത ചെലവ്. പണം ലഭിച്ച ഉടൻ തന്നെ അത് ആഡംബരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവൻ ലക്ഷ്മിയെ അപമാനിക്കുന്നു. അവൻ വിചാരിക്കുന്നു, ഞാൻ സമ്പാദിച്ചു. പക്ഷേ ലക്ഷ്മി ചിന്തിക്കുന്നു, ഇവൻ എന്നെ നിലനിർത്താൻ കഴിയില്ല. രണ്ടാമത്തേത് സ്ഥിരതയില്ലാത്ത തീരുമാനങ്ങൾ. പണം സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നവരുടെ അടുത്തേക്കാണ് വരുന്നത്. നോക്കാം എന്ന് പറഞ്ഞ് സമയം പാഴാക്കുന്നവർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ലക്ഷ്മി അവസരങ്ങളോടൊപ്പമാണ് പോകുന്നത്, അലസതയോടൊപ്പമല്ല. മൂന്നാമത്തേത് ആത്മവിശ്വാസമില്ലായ്മ. ഞാൻ എവിടെ ധനികനാകാൻ? എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നവൻ ലക്ഷ്മിയുടെ വാതിൽക്കൽ എത്താതെ തന്നെ തിരിഞ്ഞുപോകുന്നു. പണം ആദ്യം ഭയപ്പെടുന്നത് ധൈര്യത്തെയാണ്. വർദ്ധന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ചാണക്യൻ തുടർന്നു, ഇപ്പോൾ എന്തു ചെയ്യണം എന്ന് കേൾക്കൂ. എല്ലാ ദിവസവും അവസാനം നിന്റെ പണത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളുടെ കണക്കെടുക്കുക. നിന്റെ പണം എവിടേക്കാണ് പോകുന്നത്, എന്തിന്? ഇത് അറിയുന്നതാണ് ആദ്യത്തെ നിയന്ത്രണം. ലാഭവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു കച്ചവടം വലുതായി തോന്നാം, പക്ഷേ അതിന്റെ ഫലം സമ്പത്തല്ല, നാശമായിരിക്കും. എപ്പോഴും ലാഭം മാത്രം കാണുന്നവൻ തന്ത്രങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. ലക്ഷ്മി അവനെ തിരിച്ചറിയുന്നില്ല. നിന്റെ സമയം ദാനം ചെയ്യരുത്. ഓരോ നിമിഷവും ഓരോ നാണയമാണ്. സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നവൻ ലക്ഷ്മിയുടെ വേരുകൾ പിടിച്ചടക്കി. ഇപ്പോൾ ഒരു നിശബ്ദതയായിരുന്നു, പക്ഷേ അത് ശാന്തിയുടെ മൗനമായിരുന്നില്ല, മറിച്ച് ഉള്ളിൽ ഒരു മാറ്റമുണ്ടാക്കുന്നതായിരുന്നു. ചാണക്യൻ അവസാനം പറഞ്ഞു, ധനത്തിന്റെ ദേവിക്ക് സ്വർണമാല വേണ്ട. അവൾക്ക് വേണ്ടത് സ്ഥിരമായ മനസ്സും തന്ത്രങ്ങളുള്ള ഒരു തലച്ചോറുമാണ്. അതിനു മാത്രമേ അവളെ പിടിച്ചു നിർത്താൻ കഴിയൂ.
വർദ്ധൻ തല കുനിച്ചു. അന്ന് അവൻ പണത്തിനായുള്ള അന്വേഷണം ഉപേക്ഷിച്ച് ബുദ്ധിയുടെ യാത്ര തുടങ്ങി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് ശരിക്കും സമ്പന്നനാകാൻ യോഗ്യതയുണ്ട്. ജീവിതത്തിൽ വലുത് എന്തെങ്കിലും ചെയ്യാനുള്ള ആവേശം നിങ്ങൾക്കുണ്ട്. അത് എല്ലാവർക്കും ഇല്ലാത്ത ക്ഷമയും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചാണക്യന്റെ ഏറ്റവും ശക്തമായ ധനതന്ത്രത്തെക്കുറിച്ചാണ്. അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. പണവും ലക്ഷ്മിയും സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. അധ്വാനം കുറയ്ക്കുക, ബുദ്ധി വർദ്ധിപ്പിക്കുക. അതിനാൽ അവസാനം വരെ തീർച്ചയായും കാണുക, കാരണം യഥാർത്ഥ രഹസ്യം ഇപ്പോൾ തുടങ്ങുന്നു. വെറും അധ്വാനിക്കുന്നവൻ രഥത്തിന്റെ ചക്രം വലിക്കുന്നു, പക്ഷേ ചിന്തിക്കുന്നവൻ രഥത്തിൽ കയറി സഞ്ചരിക്കുന്നു. ആചാര്യ ചാണക്യൻ പറയുന്നു, പണം അധ്വാനം കൊണ്ടല്ല, തന്ത്രം കൊണ്ടാണ് വരുന്നത്. പണത്തെ വെറും കഠിനാധ്വാനം കൊണ്ട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നു, പക്ഷേ ലക്ഷ്മി വരുന്നില്ല. ഒന്നാമത്തെ തന്ത്രം, ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ്, അധ്വാനത്തിന്റെയല്ല. ചാണക്യൻ പറയുന്നു, ലക്ഷ്മി തന്റെ തലച്ചോറുകൊണ്ട് തീരുമാനമെടുക്കുന്നവരുടെ അടുത്തേക്കാണ് പോകുന്നത്. എപ്പോൾ, ആർക്കുവേണ്ടി, എത്ര അധ്വാനം ചെയ്യണം എന്നറിയുന്നവരുടെ അടുത്തേക്ക്. വെറും അധ്വാനിക്കുന്നതുകൊണ്ട് ലക്ഷ്മി വരുന്നില്ല. തന്ത്രങ്ങൾ ഉപയോഗിച്ച് അധ്വാനത്തിന് ദിശാബോധം നൽകിയാൽ മാത്രമേ അത് ഫലം നൽകൂ. രണ്ടാമത്തെ തന്ത്രം, പണത്തെ പിടിക്കുന്നതിനു മുമ്പ് നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക. ചാണക്യൻ പറയുന്നു, ധനത്തിനും സമ്പത്തിനും മുമ്പ് സംയമനവും സ്വഭാവഗുണവുമാണ് വരുന്നത്. പണം വരുന്നതിനു മുമ്പേ വഴിതെറ്റിപ്പോകുന്ന ഒരാൾക്ക് പണത്തെ നിലനിർത്താൻ കഴിയില്ല. ലക്ഷ്മി ആത്മനിയന്ത്രണമുള്ളവരുടെ അടുത്തേക്കാണ് വരുന്നത്. മൂന്നാമത്തെ തന്ത്രം, പണം ചെലവഴിക്കാനുള്ള തന്ത്രം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ്. ചാണക്യൻ പറയുന്നു, പണം സമ്പാദിക്കുന്നത് ഒരു കലയാണ്, പക്ഷേ അത് സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു തന്ത്രമാണ്. അലക്ഷ്യമായി ചെലവഴിക്കുന്നവൻ പണത്തെ അപമാനിക്കുന്നു. അതിന്റെ ആദരവ് നഷ്ടപ്പെടുമ്പോൾ ലക്ഷ്മി ഓടിപ്പോകും. നാലാമത്തെ തന്ത്രം, സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. ചാണക്യൻ പറയുന്നു, സമയം പാഴാക്കുന്നവൻ ലക്ഷക്കണക്കിന് സ്വർണ്ണനാണയങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. സമയം ശരിയായി ഉപയോഗിക്കുന്നവൻ തീർച്ചയായും ലക്ഷ്മിയെ ആകർഷിക്കുന്നു, കാരണം ലക്ഷ്മി അലസതയുള്ളിടത്തേക്ക് പോകുന്നില്ല. അഞ്ചാമത്തെ തന്ത്രം, ബുദ്ധിയിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം. ചാണക്യൻ പറയുന്നു, പണം വെറും വസ്തുക്കളിൽ മാത്രം നിക്ഷേപിക്കരുത്, ബുദ്ധിയിൽ നിക്ഷേപിക്കുക. തന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നവൻ സ്വയം അങ്ങനെയാക്കുന്നു. പണം അവന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ആറാമത്തെ തന്ത്രം, അവസരം തിരിച്ചറിയുന്നവൻ മാത്രം സമ്പന്നനാകുന്നു. ചാണക്യൻ പറയുന്നു, അവസരങ്ങൾ തനിയെ വരുന്നില്ല, അവയെ കാണാനും തിരിച്ചറിയാനും പിടിക്കാനും പഠിക്കണം. വെറും ജോലിയിൽ മാത്രം മുഴുകിയിരുന്ന് ചിന്തിക്കാൻ കഴിയാത്തവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും, ഒപ്പം ലക്ഷ്മിയും. ഏഴാമത്തെ തന്ത്രം, പണത്തെ പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക. ചാണക്യൻ പറയുന്നു, പണം സമ്പാദിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അത് പിടിച്ചു നിർത്താനും സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ മിടുക്ക്. തന്റെ വീടിന്റെ മതിലുകൾ ശക്തമാക്കുന്നവന് മാത്രമേ ലക്ഷ്മിയെ അകത്തു നിർത്താൻ കഴിയൂ. അവസാനമായി ചാണക്യൻ പറയുന്നു, പണത്തിന് അധ്വാനത്തോടല്ല, ചിന്തയോടാണ് ബന്ധം. കാരണം തൊഴിലാളികൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്നവർ ഭരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളും ജീവിതത്തിൽ ധനം, സമ്പത്ത്, അറിവ്, യഥാർത്ഥ വിജയം എന്നിവ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടെ ഓരോ വാക്കിനും നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. ഓർക്കുക, ഇരുട്ടിൽ വെളിച്ചം കണ്ടെത്തുന്നത് അന്വേഷിക്കാൻ ധൈര്യമുള്ളവനാണ്. പണം ആകർഷിക്കപ്പെടുന്നത് ബുദ്ധികൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നവരുടെ അടുത്തേക്കാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഞങ്ങളോടൊപ്പം ചേരുക. ശ്രദ്ധിക്കുക. നന്ദി.